ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് മദീന മുനവ്വറയിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. എന്തിനാണ് റസൂല് കരഞ്ഞതെന്നറിയുമോ? ലവദിത്തു അന്നീ ലൗ റഅയ്തു ഖുവാനി. അല്ലാഹുവേ എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചക പരിശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അവിടത്തെ കണ്ടടത്തു നിന്ന് ബാഷ്പകണങ്ങൾ ധാരധാരയായി ഒഴുകുകയാണ്. ആ സമയത്ത് സഹാബത്ത് ചെന്നിട്ട് പറയുന്നു, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ സഹോദരന്മാര് ഞങ്ങളല്ലോ, പിന്നെന്തിനാണ് സഹോദരന്മാരെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് തങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലസ്തും ബിഖ്വാനി, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ എന്റേതായ അനുചരന്മാരാണ്. എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? പിൽക്കാലത്ത് എനിക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളാണ്. അവരെന്നെ പ്രണയിച്ചവരാണ്, അവരെന്നെ പ്രാപിച്ചവരാണ്. അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കാണാൻ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അവർക്ക് വേണ്ടി ഞാൻ കരയുകയാണ്. അവരെ കാണാൻ ഞാൻ കൊതിക്കുന്നു. എന്നെ കാണാൻ അവർ കൊതിച്ചവരാണെന്ന് പറഞ്ഞ് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഈ നിറഞ്ഞ സദസ്സിൽ നിറസാന്നിധ്യങ്ങളായ സഹോദരന്മാരെ, നിങ്ങളെ ഓരോരുത്തരെയും കാണാനാണ്, എന്നെ കാണാനാണ്, നമ്മുടെ ഈ കൂട്ടായ്മ കാണാനാണ് അല്ലാഹുവിന്റെ റസൂല് കൊതിച്ചത്. വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് പ്രവാചകർ കരഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കാണാൻ ആഗ്രഹിച്ചു. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിവെച്ചിട്ട്, എല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ചിട്ട് 7 ദിവസം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോ എല്ലാവരും വന്ന് ഇതിനോട് സഹകരിച്ചത്, ഇതിൽ സഹായിച്ചത്, ഇതിൽ അംഗങ്ങളായത്, എല്ലാവരുടെ സാമ്പത്തിക സോഴ്സുകളും എല്ലാ നിലയിലും സഹായഹസ്തമായി നിങ്ങൾ നൽകിയത്, അതിന്റെ പിന്നിലെ പ്രധാന കാരണം ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനാണോ? സംഘാടകരുടെ മുമ്പിൽ ഞെളിഞ്ഞു കാണിക്കാനാണോ? ഇത്രയും കൊടുത്തു എന്ന് ഖ്യാതി കിട്ടാനാണോ? അല്ലല്ലോ. നമ്മെ കാണാൻ കൊതിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച ശുഐബ് അബീ താലിബിൽ 3 കൊല്ലത്തോളം പച്ചിലകൾ മാത്രം ഭക്ഷണമാക്കി ജീവിക്കേണ്ടി വന്നപ്പോഴും നമുക്ക് വേണ്ടി ജീവിച്ചു ഈ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വന്തം മകളായ സൈനബ റളിയല്ലാഹു തആല ഒട്ടകക്കട്ടിൽ നിന്ന് ശത്രുക്കൾ തള്ളിയിട്ടിട്ട് പൂർണ്ണ ഗർഭിണിയായ സൈനബ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വീണ് അബോർഷൻ പോലും സംഭവിച്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രംഗം കണ്ടപ്പോഴും പ്രവാചകന്റെ മനസ്സ് വിതുമ്പിയതാണ്. അപ്പോഴും ക്ഷമിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതേപോലെ തായിഫിന്റെ മലം ചെരുവില് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കണങ്കാലിൽ നിന്ന് രക്തത്തിന്റെ കണങ്ങൾ ചാലിട്ടൊഴുകിയപ്പോഴും ക്ഷമിച്ചതും സഹിച്ചതും എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ സമയത്ത് മാലാഖമാര് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കണങ്കാലിൽ നിന്ന് രക്തത്തിന്റെ കണങ്ങൾ പൊട്ടിയൊഴുകുന്നത് കണ്ടിട്ട്, അങ്ങയെ കൈപിടിച്ച് ഭ്രാന്തായെന്ന് വിളിക്കുന്നത് കണ്ടിട്ട്, അങ്ങയുടെ വേദനകളും വിഷമങ്ങളും കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഭൂമി ലോകത്തെ സസ്യലതാദികളും വൃക്ഷലതാദികളും നിലവിളിക്കുകയാണ്. ആകാശ ലോകത്തെ മാലാഖമാർ നിലവിളിക്കുകയാണ്, നബിയെ ഒന്ന് അനുവദിക്കുമോ, നബിയെ ഒന്ന് അനുവദിക്കുമോ, നബിയെ ആ കാണുന്ന 2 മലകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ഈ കിരാതന്മാരായ അക്രമകാരികളെ ഒന്നടങ്കം കൊന്നുകളയട്ടെ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോഴും ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ ക്ഷമിച്ചതാർക്ക് വേണ്ടിയാണ്? സഹിച്ചതാർക്ക് വേണ്ടിയാണ്? കൊല്ലല്ലേ എന്ന് പറഞ്ഞതാർക്ക് വേണ്ടിയാണ്? പിൽക്കാലത്ത് വരാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയുമാണ്. അല്ലാഹുവിന്റെ റസൂല് അത്രത്തോളം നമ്മെ സ്നേഹിച്ച ഹബീബ്, വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തിനെ തേടിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആത്മാവ് പിടിച്ചുകൊണ്ടിരിക്കുക
വിളിക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ മടിയിൽ കിടക്കുന്ന പ്രവാചക പരിശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആ വെള്ളം കൊണ്ട് മുഖത്ത് തടകിയിട്ട് ഇന്നലിൽ മൗത്തിൽ സകറാത്ത്, മരണത്തിന് ശക്തമായ വേദനയുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പരിശ്രേഷ്ഠർ അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീലേ എനിക്ക് വേദനയുണ്ടെന്ന്. അസ്രായീൽ പറഞ്ഞു, നബിയെ, എന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ലോലമായിട്ട് ഒരാളുടെയും ആത്മാവിനെ ഞാൻ പിടിച്ചിട്ടില്ലെന്ന്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ അസ്രായീലേ, മതിയാക്കൂ അസ്രായീലേ, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ ഭയാനകരമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ എന്തെങ്കിലും മെസ്സേജ് വരുന്നത് വരെ, എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഒരു ഓർഡർ എന്റെ ഉമ്മത്തിനിറങ്ങുന്നത് വരെ ബാക്കി ആത്മാവിനെ പിടിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞു ഈ മുഹമ്മദുർ റസൂൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ ഇറങ്ങുകയാണ്. ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, വേദനിക്കണ്ട നബിയേ, പ്രയാസപ്പെടേണ്ട നബിയേ, ഉമ്മത്തുകളുടെ കാര്യത്തിൽ വേദനിക്കണ്ട. അവർ സുഹൃതങ്ങൾ ചെയ്തവരാണെങ്കിൽ, പ്രവാചകരെ അതിരറ്റം സ്നേഹിച്ചവരാണെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ ഭാഷത്തെ മുറുകെ പിടിച്ച് ഋജുവായ പാതയിലൂടെ സഞ്ചരിച്ചവരാണെങ്കിൽ, നബിയേ, അവർക്ക് സ്വർഗീയ ആരാമങ്ങളുടെ ഫോട്ടോകൾ കാണിച്ച് സ്വർഗീയ ആർഭാടങ്ങളുടെ ആനന്ദ തുന്നിലമായ ആ സാഹചര്യങ്ങളെ സന്തോഷദായകമായി നോക്കിക്കണ്ട് മരണവേദനയില്ലാതെ സന്തോഷത്തോടെ മരിക്കാൻ അങ്ങയുടെ ഉമ്മത്തുകൾക്ക് പ്രത്യേകമായൊരവസരമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഇൻഫർമേഷൻ ലഭിച്ചതിന് ശേഷമാണ് ബാക്കി ആത്മാവുകളെ പിടിച്ചത് എന്ന് ചരിത്രം പറയുമ്പോ, നമുക്ക് വേണ്ടി ജീവിച്ചു ഈ ഹബീബ്, നമുക്ക് വേണ്ടി കരഞ്ഞു ഈ ഹബീബ്. എന്റെ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ അവസാന പരലോക യാത്രയിൽ, പുനരുദ്ധാരണ വേളയിൽ ആരെയും സൃഷ്ടിക്കാത്ത ആ സന്ദർഭത്തിൽ ജിബ്രീൽ ചെന്ന് വിളിക്കുന്നു, ഓ മുഹമ്മദ്, ഓ മുഹമ്മദ്, പുനരുദ്ധാരണ ദിനത്തിന് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റാലും വിളിക്കുത്തരം നൽകുന്നില്ല. ഇസ്രാഫീൽ വിളിക്കുന്ന നബിയെ അങ്ങ് ഉയർത്തെഴുന്നേറ്റാലും വിളിക്കുത്തരം നൽകുന്നില്ല. അസ്രായീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്, നബിയെ, ഇത് പുനരുദ്ധാരണ സമയമാണ് നബിയെ, ഇത് വിചാരണയുടെ സമയമാണ് നബിയെ. അങ്ങ് എഴുന്നേറ്റാലും ആ സമയത്ത് പരിശുദ്ധമായ റൗളാ ശരീഫിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാണ്. ബേജാറോടെയാണ് എഴുന്നേൽക്കുന്നത്. ഫാത്തിമ ബീവിയുടെ വിഷയത്തിലല്ല, ഹസൻ ഹുസൈൻ തങ്ങളുടെ വിഷയത്തിലല്ല, മറ്റ് സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിലല്ല. ചാടി എഴുന്നേൽക്കുകയാണ്, മണലുകളെ മാറ്റുകയാണ്. ഹബീബ് ചോദിക്കുകയാണ്, എന്റെ ഉമ്മത്തുകളെ സൃഷ്ടിച്ചോ, അവരുടെ അവസ്ഥ എന്താണ്, എന്റെ ഉമ്മത്തിന്റെ വിഷയം എന്താണെന്ന്. ആ സമയത്ത് പോലും ഉമ്മത്തിനെ തേടി മുഹമ്മദുർ റസൂൽ. അത്രത്തോളം നമുക്ക് വേണ്ടി സ്നേഹം ചൊരിഞ്ഞു നൽകിയ പ്രവാചകന് തിരിച്ച് നമുക്ക് എന്ത് നൽകാൻ സാധിച്ചു? നാം ഓരോരുത്തരും പോസ്റ്റ്മോർട്ടം. ഇത്രയും സ്നേഹിച്ച ഒരു പ്രവാചകന് തിരിച്ച് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിച്ചു? അവിടെ നിന്നായിരിക്കട്ടെ ഫാറൂഖ് നഈമിയുടെ 7 ദിവസം നീണ്ടുനിന്ന ഈ മഹത്തായ പരിപാടിയിൽ സംഗമിച്ച നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സകങ്ങളെ പിടിച്ചുലച്ചുകൊണ്ട് ഒരു ജീവിതത്തിലെ ഒരു മാറ്റങ്ങൾക്കുള്ള ഒരു പടപ്പുറപ്പാടായി ഈ ഒരു ചിന്ത നമ്മെ മതിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ എന്റെ സഹോദരന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത്, സലാത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമ്മുടെ മനസ്സകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആ സ്വലാത്തിലൂടെയാണ് സകലമാന നേട്ടങ്ങളും കരഗതമാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ സലാത്തിന്റെ വിഷയത്തിൽ പറയാനാണെങ്കിൽ വാതോരാതെ പറയാൻ മാത്രം
അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സലാത്തിന്റെ പവർ നേരിട്ട് മനസ്സിലാക്കിയവനാണ് ഞാൻ. ക്യാൻസർ രോഗം പോലും ബാധിച്ച ആളുകൾക്ക് സലാത്തിലൂടെ ക്യാൻസർ രോഗം മാറിയ സന്ദർഭം പ്രിയമുള്ള സഹോദരങ്ങളെ നേരിൽ അനുഭവപ്പെട്ടവനാണ്. ഇന്നും ആരോഗ്യത്തോടെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ലഭിച്ചതും സലാത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആരോഗ്യപരമായി തകർന്നു പോയ ഒരു സന്ദർഭത്തിൽ, വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ സലാത്തിലൂടെയാണ് ആരോഗ്യം വീണ്ടെടുത്തത് എന്ന മെഡിക്കൽ റിപ്പോർട്ട് അടക്കം എന്റെ വിഷയത്തിൽ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും പ്രിയമുള്ളവരെ, സലാത്ത് അത് ഭൗതികമായ വിഷയങ്ങളിൽ നമുക്കുള്ള എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാണ്. സലാത്ത് അഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് നേടിയെടുക്കേണ്ടുന്ന എല്ലാറ്റിനുമുള്ള ഒറ്റ മൂലികയാണ് എന്ന് മാത്രം ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ആ സലാത്തുമായി ബന്ധപ്പെടണം. ചുരുങ്ങിയത് നമുക്ക് വേണ്ടി ജീവിച്ച ഈ പ്രവാചകന് തിരിച്ച് ഒരു 100 സലാത്തെങ്കിലും ഒരു ദിവസത്തിൽ സമ്മാനിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.